അതുപോലെ നിങ്ങൾ ആ ലോകത്ത് തന്നെ രചിക്കുക. ഞാൻ കൂടുതലും ബന്ധപ്പെടുന്നത് ഗ്രന്ഥശാല മേഖലയിലാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതെങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ഏകദേശം വായനശാലകളെ പോലെ ഇരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരും സ്വർഗം കണ്ടിട്ടില്ലെങ്കിൽ പറ്റിയാൽ വായനശാലകളിനകത്തേക്ക് പോകുക. കാരണം പാത്രങ്ങളിങ്ങനെ അടക്കി വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് പൊളിഞ്ഞു പോയി. പാത്രങ്ങളിങ്ങനെ നിങ്ങൾ എത്ര പാത്രങ്ങൾ അടക്കി ഇരിക്കുന്നു, എന്ത് ചേർത്ത് വെച്ചാലും അത് മറിഞ്ഞു വീഴും. ചേർത്ത് വെച്ചാൽ മറിഞ്ഞു വീഴാത്തൊരു സാധനം പുസ്തകമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യത്യസ്ത ധാരകളുള്ള വ്യത്യസ്ത ചിന്തകളുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ ചേർത്തിരിക്കാം. ഈ അലമാരികളിൽ പുസ്തകങ്ങൾ ഇങ്ങനെ വട്ടങ്ങി ഇങ്ങനെ ചേർത്തിരിക്കുന്നുണ്ട്. വ്യത്യസ്ത ചിന്തകൾക്കും വ്യത്യസ്ത ധാരകൾക്കും ഒരു മറക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാജ്യം വേറെ രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വന്തം ജനതയോട് യുദ്ധം പ്രഖ്യാപിച്ച രാജാക്കന്മാരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വേറെ രാജ്യത്തോട് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത് കേൾക്കാം, പക്ഷേ ഇത് സ്വന്തം ജനതയോട് യുദ്ധം പ്രഖ്യാപിച്ച രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടം മനുഷ്യന് എല്ലാ ഭാഷാ സ്വഭാവങ്ങൾ അംഗീകരിക്കുന്ന, അവരുടെ ചിന്താധാരകൾ അംഗീകരിക്കുന്ന ഒരു പ്രതലത്തിന് മാത്രമേ ജീവിതം സ്വർഗതുല്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വ്യത്യസ്ത ചേർന്നിരിക്കാൻ പറ്റുന്ന വായനശാല എന്ന് പറയുന്നത് ഒരു സ്വർഗലോകമാണെന്ന് പറയുന്നത്. ഈ പുസ്തകവും വായനശാലയിൽ പോകണം.